പോലെ ചിരിക്കേണ്ടവർ, പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ടവർ, കിളികളെ പോലെ മധുരമായി കൊഞ്ചേണ്ടവർ. എന്നിട്ടും കറുത്തു പോകുന്നു കുഞ്ഞുബാല്യങ്ങൾ. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ പട്ടുപാവാട എന്ന കവിതയ്ക്ക് ഒരു രംഗാവിഷ്കരണം. ഉണ്ടാക്കുന്ന നേരം അനക്ക് റേഡിയോയിൽ പോയി പാട്ട് കേൾക്കുക. தண்ணி எடுக்கிறக்கே பணம் கிடையாது. ஆனா எனக்கு பணம் வேணுமா? നിന്നെയൊക്കെ വെറുതെ വിട്ടാൽ ഈ നാട് നീയൊക്കെ കട്ടുപിടിക്കും. നമസ്കാരം മാഡം, ഞാൻ അഡ്വക്കേറ്റാണ്. ഇവളുടെ അമ്മ ഒരു കളവരേസിൽപ്പെട്ട് ജയിലിലാണ്. ബന്ധുക്കളൊക്കെ ഉള്ളത് ഇവിടെ ഇവിടുന്ന് താമസിപ്പിക്കണം. അതിനെന്താ? എന്താ മോളുടെ പേര്? എന്തിനാ മോള് കരയുന്നേ? ഇവിടെ നിറയെ കൂട്ടുകാരുണ്ട്. മക്കളെ, ഇവൾ കാര്യം നിങ്ങൾക്ക് പുതിയൊരു കുലപ്പുണ്ട്. ഇവിടെ കൊണ്ടുപോയി പുതിയ വസ്ത്രമൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഇവിടെ കൂട്ടിക്കോ. ദാരിദ്ര്യത്തിൽ പിറന്ന് ദാരിദ്ര്യം തിന്നു മരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കാണാനാവാതെ തൊള്ളകയിൽ സോഷ്യലിസം പ്രസംഗിക്കുന്നവരെ, നിങ്ങളോടൊരു ചോദ്യം. ആർക്കാണ് സ്വാതന്ത്ര്യം? ആരുടെ ആണ് സ്വാതന്ത്ര്യം? ആരിത് കാളിയോ? സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഇത് പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ പഠിച്ചാൽ സൂര്യൻ, ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ നമ്മുടെ കൂട്ടുകാരായിരിക്കും. ഈ ലോകം നമുക്ക് ഒരു തുറന്നു നീങ്ങും. അത് സാരമില്ല. നീ നമ്മളോടൊപ്പം സ്കൂളിലേക്ക് അയക്കാൻ ടീച്ചറമ്മയോട് പറയാം. ആ കുട്ടിയെ കൊണ്ടുപോകല്ലേ. അവൾ അവളുടെ സ്വപ്നങ്ങളിലേക്ക് ചിറക് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവളെ കൊണ്ടുപോകേ. അമ്മ പറഞ്ഞത് കേട്ടാ കുളന്തയ്യ വിട്ടുകൊടുക്കണ. അതുതാ കാലടി ആർഡർ. அங்க நிறைய ஆள் இருக்கு டீச்சரம்மா. எல்லாமே துஷ்டரும் பேரும் நீச்சலும் டீச்சரம்மா. அந்த மனுஷன் நாய்க்கள் என்ன பீச்சி போது புதிய உடப்ப പുസ്തകമാ പോയി തോല. പുസ്തകം ഹേമലത ഞങ്ങളെ വിട്ട് എവിടെയും പോലെ. ഹേമലത അല്ലേ? ഹേമലതയല്ലേ? യാരുമില്ലാത്ത കാളി, തെരുവിലെ കാളി. യാരുമില്ലാത്ത കാളി, തെരുവിലെ കാളി. ഈ കുരുന്നുകൾ അവർ എന്തുകൊണ്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു?